Hi friends, ഞാൻ Casac Benjali ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പലരും എന്നോട് ചോദിക്കാറുള്ള ചോദ്യമാണ്. സർ, എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആകുന്നില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. So what should I do to attract things which I like to attract into my life? ആളുകൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നിലേക്ക് എത്തിക്കാൻ കഴിയുക? എന്താണ് ഞാൻ അതിന് ചെയ്യേണ്ടത്? നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്നിലേക്ക് മാത്രം വരാത്തത്? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം അത് സ്വന്തമാക്കാൻ കഴിയാത്തത് എന്ന് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്തത്? ഞാൻ ആദ്യമേ ഒന്ന് പറയാം, ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല എന്നൊരു സിറ്റുവേഷൻ ഇല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു വസ്തു എപ്പോഴും ഉണ്ട്. ഏത് സമയത്ത് നിങ്ങളൊരു വസ്തു മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാലും, എവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞാലും, ആരിട്ട് കഴിഞ്ഞാലും ഒരു വസ്തു താഴേക്ക് വീഴുന്നത് പോലെ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്തൊരു മൊമെൻ്റ് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ ഇല്ല. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് എന്താണോ അത് ലോ ഓഫ് അട്രാക്ഷൻ മൂലം വരുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കില്ല, നിങ്ങൾക്ക് ദുഃഖമുണ്ടാക്കുന്നതായിരിക്കാം, നിങ്ങൾക്ക് നിരാശയുണ്ടാക്കുന്നതായിരിക്കാം, നിങ്ങൾക്ക് സങ്കടങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് തന്നെ വരുന്നുവെങ്കിൽ അത് ലോ ഓഫ് അട്രാക്ഷൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ്. ലോ ഓഫ് അട്രാക്ഷൻ മൂലം തന്നെയാണ് നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ഇന്ന് ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ മൂലം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന സുഹൃത്തുക്കൾ, നിങ്ങൾ അനുഭവിക്കുന്ന വീട്, നിങ്ങൾ അനുഭവിക്കുന്ന കാറ്, വാഹനങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന ചുറ്റുപാടുകൾ, നിങ്ങൾ അനുഭവിക്കുന്ന സുഹൃത്തുക്കൾ എല്ലാം ലോ ഓഫ് അട്രാക്ഷൻ മൂലം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതിൽ കൂടുതലും നിങ്ങൾ ആഗ്രഹിക്കാത്ത, നിങ്ങൾ എങ്ങനെയാണെന്ന് ആഗ്രഹിക്കുന്നു ആ രീതിയിലുള്ളതായിരിക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കാം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, ഇറ്റ് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിലേക്ക് എത്തിച്ചേരാത്തത്? അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളിലോ നിങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെ അല്ല ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരേ സമയം ഒരു റേഡിയോ സ്റ്റേഷനിലെ ട്രാൻസ്മിഷൻ ടവർ പോലെ തന്നെ, റേഡിയോ റിസീവിംഗ് മോഡ് പോലെ ട്രാൻസ്മിഷൻ ടവറുമാണ്, റിസീവിംഗ് മോഡുമാണ്. നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തയെ ഈ പ്രപഞ്ചത്തിലേക്ക്, യൂണിവേഴ്സിലേക്ക് എനർജിയായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ആ ചിന്തകൾക്ക് അനുസൃതമായ കാര്യങ്ങൾ എന്താണോ ഈ പ്രപഞ്ചത്തിലുള്ളത്, സുഹൃത്തുക്കളാകാം, വ്യക്തികളാകാം, സമ്പത്താകാം, പണമാകാം, വസ്തുക്കളാകാം, ഇതെല്ലാത്തിനെയും നിങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്ത അതേ എനർജിയിലുള്ള വസ്തുവിനെ റിസീവ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിലേക്ക് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം വരാത്തത്? നിങ്ങൾ എന്ത് ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളതോ അല്ല ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നത്. നിങ്ങൾ എന്ത് വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വസ്തുവും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയില്ല അത് നിങ്ങളുടെ വിശ്വാസമാകുന്നത് വരെ, നിങ്ങളുടെ ഇന്നർ ബിലീഫ് സിസ്റ്റം ആകുന്നത് വരെ, നിങ്ങളുടെ ഇന്നർ ഇമേജ് ആകുന്നത് വരെ, നിങ്ങളുടെ ഇന്നർ സിസ്റ്റം ആകുന്നത് വരെ ഒന്നും തന്നെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയില്ല. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദുഃഖം, നിരാശ, സങ്കടം, കടം, ബാധ്യത, ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തുകൊണ്ടാണ് പോകാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് തന്നെയാണ് പിന്നെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയുള്ള അഫർമേഷനും വിഷ്വലൈസേഷനും ഒക്കെ ഞാൻ ഒരുപാട് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നിലേക്ക് അത് വരുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇന്നർ സിസ്റ്റം, നിങ്ങളുടെ ഇന്നർ ബിലീഫ് സിസ്റ്റം, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വിശ്വസിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ഇന്നർ ഇമേജ് എന്ന് പറയുന്നത് കടവും ദുഃഖവും നിരാശയും സങ്കടവും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ളതെല്ലാം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നർ ഇമേജാണ് മാറ്റേണ്ടത്. ഇന്നർ ഇമേജ് മാറ്റുമ്പോഴാണ്, ഇന്നർ സിസ്റ്റം മാറ്റുമ്പോഴാണ്, ഇന്നർ ബിലീഫ് സിസ്റ്റം മാറ്റുമ്പോൾ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുള്ളൂ. അല്ലാതെ ആരെങ്കിലും പറയുന്നത് പോലെ നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴേക്കും ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരുന്നു എന്നല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരണമെങ്കിൽ ആദ്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ആകണം. അത് സംഭവിച്ചിരിക്കും, എനിക്കത് ലഭിച്ചിരിക്കുന്നു എന്ന് നിങ്ങളുടെ ഉള്ളിൽ വിശ്വസിച്ച് കഴിഞ്ഞ സംഗതി മാത്രമേ നിങ്ങളിലേക്ക് ആകർഷിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ്. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും, സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും, ഹാപ്പിനെസ് ആണെങ്കിലും നിരാശയാണെങ്കിലും, സാഡ്നെസ് ആണെങ്കിലും, എല്ലാം നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ മൈൻഡിൻ്റെ
റിഫ്ലക്ഷനാണ്, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിൻ്റെ റിഫ്ലക്ഷനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ വഴി തന്നെയാണ് അതെല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം അത് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റമാക്കുക. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ ബിലീഫ് സിസ്റ്റമാക്കി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി മൈൻഡിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ടൂളുകൾ, ഫോർഗിവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ, അഫർമേഷൻ, ഇതെല്ലാം തുടർച്ചയായി ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ആകുന്നത് വരെ യു ഹാവ് ടു പ്രാക്ടീസ്. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എന്താകുന്നു, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ പോലും അറിയാതെ പോപ്പപ്പ് ആയിട്ട്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഓട്ടോ ജനറേറ്റഡ് ചിന്ത നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് ഫോക്കസായി പോകുന്ന നിമിഷം മുതലാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ നിന്നാണ് ഇത് പറയുന്നത്. കാരണം എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്നവർക്കറിയാം. 2 വർഷം മുൻപ് ഞാൻ ഈ ഒരു വ്യക്തിയല്ല. 2 വർഷം മുൻപ് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്ത്, ഒരുപാട് സമയം മറ്റു കാര്യങ്ങളിൽ വ്യാപൃതനായി, ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാതെ ജീവിച്ചു കൊണ്ടിരുന്ന ഒരാളിൽ നിന്ന് ഇന്ന് അത്യാവശ്യം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളായി ട്രെയിനിങ്ങും, അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള സുഹൃത്തുക്കളെ ഞാൻ എന്നിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ഇഷ്ടപ്പെട്ട ജീവിത രീതി എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന തരത്തിലേക്ക് 2 വർഷത്തിനുള്ളിൽ ഡ്രമാറ്റിക്കലായിട്ട് എൻ്റെ ലൈഫിനെ മാറ്റാൻ കഴിഞ്ഞത് ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ്. ബിക്കോസ് ഐ ബിലീവ് ദാറ്റ് വാട്ട് ഐ എം ലിവിങ് നൗ is my belief system. What I am living now is my belief system. So I attract the same. I attract people, I attract circumstances, I attract situations, I attract money, I attract material, everything I attract into my life. Because this is my belief system. Now I am trying to improve my belief system. I am trying a lot, trying to improve myself to achieve more and to create more impact in my life. Definitely in future that will be my belief system. When things become my belief system, definitely that moment itself I'll start attracting things which I wanted to life, which I wanted to create in my life. Thank you so much and wish you all the best in your success, in your life.